നിസ്സാരമായിട്ട് തള്ളരുത്. ഇത് നമ്മുടെ ഇടുപ്പോലി എങ്ങനെയുണ്ട്? എന്റെ കളരി പരമ്പര ദൈവങ്ങളെ നോം എന്തായി കാണണേ? പ്രസിഡന്റിന്റെ ഭാര്യയുടെ നടുവേദന അങ്ങനെ നെയ്യാറ്റിൻകര വരെ ഫേമസ് ആയോ? എന്തൊരുണ്ടെ നീ പറയണത്? ഇവനിത് ഓവറാക്കും. റഹ്മാൻ ഷോ മുതലക്കോട്ടയിൽ. ഡോക്ടർ, ഇതുവല്ല മാനസിക രോഗം എന്തെങ്കിലും? അതും അങ്ങോട്ട് സ്ഥിരീകരിക്കാൻ പറ്റില്ല. മണ്ടിപ്പെണ്ണെ രുക്കു. ഇങ്ങനെ അഭിനയിക്ക ഷാജി കേട്ടാ, ഇവിടെ അരുതബു അരുത്. നിങ്ങളിത് കേട്ടോ? നെയ്യാറ്റിൻകര ഗോപൻ എന്ന് പറഞ്ഞ AR റഹ്മാൻ വരെ അറിയണ ആളാണ്. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? സമ്മതിച്ചിരിക്കുന്നു. ഭാരത് അവാർഡ് കിട്ടുന്ന ഓവർ ആക്ടിംഗ് അല്ലേ കാഴ്ച വെച്ചത്. താങ്ക് യു. ദേവന്റെ വേറൊരു കുരിശ്. എന്താ ഒറിജിനാലിറ്റി വേണ്ടേ? ആകെ ഈ 2 സാധനങ്ങളുള്ളോ? പിന്നെ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഫീൽഡിൽ പിടിച്ചേക്കും? ഇത് കുറച്ചോറല്ലേ? അത് വെറും ആക്ടിംഗ് ആയിരുന്നു. നിനക്ക് മനസ്സിലായില്ലേ? അയ്യോ, ആക്ടിംഗ് ആയിരുന്നു. മനസ്സിലാവേ ഇല്ല. ഇതുപോലെ ഇനി എത്ര എണ്ണം ഉണ്ട്? 2 കൂടി ഉണ്ട്. സിനിമയെ ഒരു കാലത്ത് പിടിച്ചു കുലുക്കിയ നായിക ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുലുക്കാൻ കടന്നു വരികയാണ്. Who wants to go to the prom with me? ദമു, എന്ത് പറ്റിയടാ? Are you ready, girls? Let's start. Follow me. ഇനി കണ്ടോ? 3. Not applicable. കൊള്ളാം. ഗംഭീരൻ പെർഫോമൻസ്. Oh, never mind. I like it. I like it. കുറച്ച് കരുണ കാണിക്കണം മോളെ കേട്ടോ. Minus. ഇതൊന്നും കണ്ടുക്കാൻ പറ്റുള്ള ഞാൻ പോണേണ്. എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. നോക്കി കൊള്ളാല്ലേ. ഞാൻ ഈ ഹോട്ടൽ മുഴുവനും വരച്ചരാട്ടോ. എന്നെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? അതിന് ഞാൻ എന്ത് ചെയ്താ പറയുന്നത്? ഇതിൽ കൂടുതൽ എന്തോന്ന് ചെയ്യാൻ? കുട്ടി എന്തായി കാണിക്കണേ? എന്റെ കാശ് കൊടുത്ത് ഞാൻ മേടിച്ച ലിപ്സ്റ്റിക് കൊണ്ടല്ലേ വരച്ചേ. നിനക്കെന്താ ചെയ്താ? പോടാ, ഞാൻ ഈ ഭിത്തി മുഴുവനും വരയ്ക്കും. നീ എന്താ ചെയ്യാ? അവലേശാണോ പറയണ്ട? ഞാനത് ഇവിടെ എന്താ തപ്പന്നെ? എടാ, മികച്ച നടനുള്ള അവാർഡ്. അയ്യോ, അതൊന്നും വേണ്ട. എണീച്ച് പോടാ, എണീച്ച്. എന്നെ ഇഷ്ടാണോ? അയ്യന്റെ മോനെ. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. കല്യാണം കഴിക്കുമെന്ന്. കൊള്ളാം, സൂപ്പർ, നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്. എന്താ പ്രശ്നം? ഞാൻ പറയാം. ഞാൻ 10 ലക്ഷത്തിന്റെ സ്ലിപ്പ് ചെയ്ത് കൊടുത്തപ്പോ ഇവര് കാശ് തരില്ല എന്ന് പറഞ്ഞു. സഹിക്കാൻ പറ്റൂല. അതെ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചൂടായി. അപ്പൊ ദേ ഈ മരം കൊണ്ട് എന്റെ അടുത്ത് ഗെറ്റ് ഔട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പട പട്ടീന്ന് വിളിച്ചു. ഞാൻ തോറ്റു. ഞാൻ റൂൾ തടിയെടുത്ത് ഈ ചില്ല് മുഴുവൻ അടിച്ചു പൊട്ടിച്ചു. അയാളുടെ കഷണ്ടിക്കൊരെണ്ണം കൊടുത്തു. ഞാൻ ചെയ്ത തെറ്റാണോ? കണ്ടോടെ? കണ്ടു. പിന്നെ എന്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വിളിച്ചോണ്ട് ഇറങ്ങണേ. ഞാനൊരു സർപ്രൈസ് കാണിച്ചേരട്ടെ? എന്താ? അങ്ങോട്ട് നോക്കി. കുരിശുപള്ളി മാതാവേ, ഇവളോ? പറയുന്നുണ്ടൊന്നും തോന്നരുത്. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. എന്ത്? നീ സ്വയം നിയന്ത്രിക്കണം. മനസ്സിലാവില്ലേ? ഹാൻസം ആയതുകൊണ്ടുള്ള അഹങ്കാരം. ആഹാ, ഒരു മാറ്റമില്ല. നിന്നെ പോലൊരു പയ്യൻ ഇതെന്തോന്നു? നല്ല ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ടില്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. അതല്ല കുട്ടി, ഞാൻ പറയുന്നത് ഇയാള് ഓവർ ആക്ടിംഗ് വേണ്ട. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ஓவர் ஆக்ட் பண்றேன்னு சொல்றா. அது ஒண்ணு இல்லைங்க, நீங்க எப்போ வாங்குற சம்பளத்தை விட அதிகமா தான் நடிப்பீங்களாமே. ഗൈസ്, ഒന്ന് ഉറക്കെ പറയാവോ? ഈശാ, നിനക്ക് കേൾക്കുന്നില്ലേ? ഇയാളുടെ ചെവി പോയെന്നാ തോന്നണേ.
വന്നപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എന്ത് പറ്റി? പപ്പിന് പോയില്ലേ ഇന്നലെ? അഭിനയം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിരിക്കണം. ആക്ടിങ് ഈസ് വാട്ട് റിയാക്ടിങ്. ഇറ്റ് ഈസ് ബിഹേവിംഗ്, യു നോ. എനിക്ക് പിന്നെ സമയം കളയണ്ട, രസങ്ങളിലേക്ക് അടക്കാം. രസമുണ്ടാകുന്നത് എങ്ങനെയാണ്? എന്റെ പൊന്നോ, ഒടുക്കത്ത അഭിനയം. ഞാനൊരു കൂട്ടം കാണിക്കട്ടെ. എന്താ ഒരു ശബ്ദം? ഞാൻ കോട്ടവായിട്ടതാ. കണ്ണോട് കണ്ണുകൾക്ക് സ്വന്തമല്ലേ? എന്റെ വാഴയും വെച്ചാ മതിയായിരുന്നു. പാട്ട് നിർത്ത്. ഇതിനിതുവരെ കണ്ടിട്ടില്ല. ഇതെവിടുന്ന? ഇവനല്ലേ ഇവിടെ ഇതൊന്നും കൊണ്ടത്? ഇതെന്തൊരു ജന്മോ? பக்கத்துல வீடு வரைக்கும் போயிட்டு வரணும் பாஸ். கொஞ்சம் அர்ஜென்ட்டா பாஸ். ப்ளீஸ் பாஸ், ப்ளீஸ் பாஸ், புரிஞ்சுக்கோங்க பாஸ். ப்ளீஸ் பாஸ், ப்ளீஸ் ப்ளீஸ். അഭിനയിക്കാൻ അറിയാമല്ല? சார் நான் ஸ்போர்ட்ஸ் கேர்ள் சார். எனக்கு ஒண்ணும் ஆகாது. கை கால்லாம் பாருங்க, நான் நல்லா தானே சார் இருக்கேன். ഇത് കിട്ടണം. ഇതാണ് ആക്ടിങ്. ഇതാ காலைல ஒரு சின்ன ஹெல்ப் பண்ணா அந்த நன்றி கடனுக்கு தான் சைட் அடிக்க வந்திருக்காரு சார். ആണാ? பின்னல்லாதே. இந்த அந்த போன்ல கேமரா ஆன் பண்ண. இன்னைக்கு நான் நல்ல மூட்ல இருக்கேன். ഇതെന്താ ഇങ്ങനെ? இவனை திட்ட ஃபுல்லா வீடியோ எடுத்து Facebook, Twitter, Instagramனு வைரல் பண்றோம். Follow me. മതി മതി, കുറെ നേരമല്ല തുടങ്ങിയിട്ട്. ഇനിയുണ്ട് കാണിച്ചു തരാം. നീ എഞ്ചിന്റെ ക്യാബിനടുത്തേക്ക് പോ. അവിടെ ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് പോയാ വന്നല്ലോ അടുത്ത വനമാല. എങ്ങനെയെങ്കിലും ഉള്ളിൽ കിടന്ന് എമർജൻസി ബ്രേക്ക് വലിക്ക്. അല്ല, ഇതാര്? എന്റെ കൃഷ്ണന്റെ റുക്മണി ദേവിയോ? നിന്റെ കയ്യിൽ 742 പേരാണ് ജീവനുള്ളത്. വേഗം വേഗം ഞാൻ തീർച്ചയായിട്ടും അത് ചെയ്യും. യദം വലം നോക്കാതെ ചെയ്തിരിക്കും. അത് വെച്ചിടിക്കല്ലേ, അത് വാക്കിട്ട് നോക്കിയാ പൊട്ടും. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. നശിപ്പിച്ച് തന്നാണ്ടല്ലോ. ചേട്ടനൊന്ന് വന്ന് കാണ്. ഞങ്ങളുടെ മുഖത്ത് വരുന്ന ഓരോരോ സാധനങ്ങള്. ചീഞ്ഞ മുട്ടയും തക്കാളി ആയിരിക്കും. ഞാൻ ഉദ്ദേശിച്ച എക്സ്പ്രഷനാ. ഓവറാക്കോ? ആക്കാന്ന് പറഞ്ഞില്ലേ? ഓവറാക്കരുത്. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ചേട്ടാ ചേട്ടാ, കാട്ടോർമ്മൻ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ. ലിവർ 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 ബ്ലാക്ക് ലിവർ അയ്യോ സോറി സാറേ. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അത്തല പിത്തല തവളാച്ചി തിക്ക് മറിക്കണ കോലാക്കോ മറിയ വന്ന് വിളിക്കൂതി. എന്റെ ഈശ്വരൻ അങ്ങ് കൊല്ല്. കമോൺ 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 കമോൺ. വലിക്ക് വലിക്ക്, മുഴുവൻ ശക്തി കൊടുത്ത് വലിക്ക്. വേഗാവട്ടെ. കമോൺ 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 കമോൺ. ഇവള് നശിപ്പിക്കും. അങ്ങനത്തെ കമോൺ 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 കമോൺ. ഈ നാളിനോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഒന്ന് കൊണ്ടുപോടേ. എന്നാ പിന്നെ വെച്ച് താമസിപ്പിക്കണ്ട, നമുക്ക് പെൺകുട്ടി അങ്ങോട്ട് വിളിക്കാം, അതായിരിക്കും നല്ലത്. ആയിക്കോട്ടെ. അതെ, പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേ. എവിടെ മോളെവിടെ? മോളെ വിളിക്കാം. മോളെ എങ്ങ പോരാ. എന്റെ ഇത്രയും തന്റെയുള്ള സ്ത്രീകൾ ലോകത്തുണ്ടോ വക്കീലെ? അഭിനയത്തിന് 2 തവണ ആന്ധ്ര ഗവൺമെന്റിന്റെ അവാർഡ് വാങ്ങിച്ച നടിയാ മുതലാളി അവര്.
കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങി വരാനാവാതെ നടി ശ്രേയാലക്ഷ്മി. അങ്ങനെ ഒരു ക്യാപ്ഷനും കൂടി കൊടുക്കാം. മതി മതി നിർത്തിക്കോ. എങ്ങനെയുണ്ടായിരുന്നു? ആർക്കും മനസ്സിലായില്ലല്ലോ. ഇല്ല മോളെ, ഇന്നത്തെ നിന്റെ കോട്ട കഴിഞ്ഞില്ലേ? ഇനി അകത്തേക്ക് ചെല്ലാം. എന്നോട് നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.